ഹലോ ഗൈസ്, നമ്മുടെ ഗ്രീൻ ഡോട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് പോകുന്ന റൂട്ടിൽ പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നമ്മുടെ മോണ്ട്രയുടെ ഷോറൂമാണ് ഈ കാണുന്നത്. ഇവർക്ക് 3 ഷോറൂമാണ് വരുന്നത്. ഒന്ന് പാലക്കാട്, ഒന്ന് മലപ്പുറം, ഒന്ന് തിരൂർ. ഇങ്ങനെ 3 ഷോറൂമാണ് നിലവിൽ വരുന്നത്. അതിലെ മലപ്പുറത്തുള്ള ഷോറൂമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ് മോണ്ട്രേൻ്റെ കൂടെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അത് തപ്പി പിടിച്ച് നമ്മൾ വന്നതാണെന്ന്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. മോണ്ട്രയുടെ ഇലക്ട്രിക് ഓട്ടോയും ഉണ്ട്, അതേപോലെ ഗുഡ്സ് വണ്ടിയും ഉണ്ട്. പാസഞ്ചർ ഓട്ടോ ഉണ്ട്, ഗുഡ്സ് വണ്ടിയും ഉണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ കാണിച്ചു തരുന്നുണ്ട്, വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇനി മോണ്ട്ര തപ്പി നടക്കുന്ന ആളുകൾ വേറെ എങ്ങും പോണ്ട, നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് വണ്ടി എടുത്തോളാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നമ്മളിതാ നമ്മുടെ മോണ്ട്രേൻ്റെ പാസഞ്ചർ വെഹിക്കിളാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് വണ്ടി വരുന്നത്. നല്ല രസമുണ്ട് വണ്ടി കാണാൻ, നല്ലൊരു ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മസ്കുലർ ഷേപ്പ് ഉണ്ട് വണ്ടിക്ക്. പൊതുവേ 3 കളറാണ് നിലവിൽ നമുക്കിവിടെ കാണുന്നത്. പച്ച കളർ, അതുപോലെ വൈറ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. ഈ ഒരു 3 കളറാണ് നിലവിലുള്ളത് നമ്മുടെ പാസഞ്ചർ വണ്ടിയിൽ. ഇപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നത് ഒരു LED പവർ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡിസൈനൊക്കെ. അതേപോലെ ചെറിയ റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്, അതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടതില്ല. സസ്പെൻഷൻ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് ഡ്യുവൽ ഫോർക്ക് സസ്പെൻഷനാണ്. അത്യാവശ്യം ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല വർക്കിംഗ് ആയിരിക്കും. അതിൻ്റെ ഒരു സംഭവം കൂടെ ഉണ്ട്. പിന്നെ നല്ല സ്പേസ് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡ്രൈവർ സൈഡിലാണെങ്കിലും പാസഞ്ചർ സൈഡിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്പേസ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സീറ്റും കാര്യങ്ങളൊക്കെ, ഒരു കാറിൻ്റെ ഒക്കെ ഒരു മോഡലിൽ വരുന്ന ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള സീറ്റാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നാൽ നല്ലൊരു സ്പേസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലഗേജിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് വരുന്നത്. നമുക്കിവിടെ ഒരു ഡോർ ഉണ്ട്, ഞാൻ തുറന്നു വെച്ചതാണ്. നമ്മുടെ ബാറ്ററി കാര്യങ്ങൾ, മോട്ടറൊക്കെ ഇതിൻ്റെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി ഒക്കെ വരുന്നത്. അതേമാതിരി വയറിംഗ് സൈഡ്, നമ്മുടെ റിപ്പയറിംഗ് ഒക്കെ ഈ 2 സൈഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഡിക്കി വരുന്നത്. അതുപോലെ ഇവിടെ ഒരു കവറും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ബോഡീൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇനി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്ക് ചാർജിങ് പോർട്ട് കാണിച്ചു തരാം. ഇവിടെ സ്ഥലം പരിമിതി മൂലം നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാസഞ്ചർ സൈഡിൽ ഡോർ തുറക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് താഴത്തേക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ ആ ഒരു ബ്ലാക്ക് പോർട്ട് കാണുന്നതാണ് നമ്മുടെ ചാർജിങ് പോർട്ട്. അത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അതിലൂടെ ചാർജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്മോൾ ബാറ്ററിയും അതേപോലെ നോർമൽ വണ്ടിയുടെ ബാറ്ററി എല്ലാം വരുന്നത് ആ ഒരു സൈഡിൽ തന്നെയാണ് വരുന്നത്. മറ്റു വണ്ടികളുടെ ചില വണ്ടികളൊക്കെ നമ്മൾ ഫ്രണ്ടിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ബാക്ക് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. കമ്പനി വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് മെറ്റൽ ബോഡിയാണ്. അതിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതേമാതിരി ബാറ്ററി പറയുകയാണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളത് 60 nm 10 kW പീക്ക് പവർ കൊടുക്കുന്ന ബാറ്ററിയും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മൈലേജ് ഒക്കെ നമുക്ക് വണ്ടിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ പറയുന്നത് കമ്പനിയുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ 203 കമ്പനി സർട്ടിഫൈ ചെയ്തിട്ടുള്ള മൈലേജ്. അതിൽ നമുക്ക് കിട്ടുന്ന ലൈവ് മൈലേജ് എന്ന് പറയുന്നത് 160 കിലോമീറ്ററാണ്. 160 കിലോമീറ്റർ ലൈവ് കിട്ടുന്ന കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ചില സമയങ്ങളിൽ 160 180 വരെ പോകുമെന്നും പറയുന്നുണ്ട്. മറ്റ് നമ്മൾ ഒരു ചെറിയ ഡിഫറൻസ് മറ്റു കമ്പനികളെ അപേക്ഷിച്ചിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ മറ്റേലൊക്കെ പോയപ്പോൾ അവർ പറയുന്നത് തന്നെ സർട്ടിഫൈഡ് മൈലേജ് ആദ്യമേ പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ നോട്ടീസിലോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലൈവ് മൈലേജാണ് പറയുന്നത്. കിട്ടുന്ന മൈലേജ് അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 160 എന്തായാലും കിട്ടുന്നുള്ള ഒരു കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചവരുടെ റിവ്യൂ ഒക്കെ നമ്മൾ വേണമെങ്കിൽ ഭാവി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടിൻ്റെ ഇനി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിന് കിട്ടുന്ന മൈലേജ് പറഞ്ഞാൽ 160 കിലോമീറ്റർ നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം. ഈ ഒരു സെറ്റപ്പിലാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. നല്ല ഡ്രൈവർക്കൊക്കെ നല്ല രീതിയിൽ കാല് നീട്ടിയിരുന്ന് ഓടിക്കാനുള്ളൊരു ഡ്രൈവർ സ്പേസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബൂട്ട് സ്പേസ്, നമ്മൾ പാസഞ്ചേഴ്സിനും അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് കമ്പനി, ലെഗൊക്കെ നിർത്തി വെക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കമ്പനി. അതുപോലെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ, പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പുകളും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് എക്സ്ട്രാ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വുഡ് പറഞ്ഞാൽ തന്നെ നമ്മൾ മറ്റ് കമ്പനികളുടെ ഒക്കെ ജസ്റ്റ് ഒന്ന് വലിച്ചു കെട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇതും അതേപോലെയൊക്കെ തന്നെ ആണെങ്കിൽ കൂടി ഒരു വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി പെട്ടെന്നൊന്നും നമ്മളൊരു വുഡ് വർക്കൊന്നും ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നണില്ല. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഒരു 1-2 വർഷം എന്തായാലും ഓടിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം വുഡ് നമ്മൾ കെട്ടിയാലൊക്കെ മതി. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു നോർമൽ കണ്ടീഷനിൽ തന്നെ ഓടാൻ പറ്റുന്ന ഒരു ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിനി വന്നാൽ ഇതാണ് വണ്ടിയുടെ ഒരു സെറ്റപ്പ് വരുന്നത്. ഇവിടെ ഒരു ഡാഷ്ബോർഡ് കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കീ സോക്കറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ മോനെ. അപ്പോൾ പിന്നെ നമുക്ക് വരുന്നത് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ, അതേപോലെ ഇൻഡിക്കേറ്റർ, ഹോണ്, ഡിം ആൻഡ് ബ്രൈറ്റ്, റിവേഴ്സും ഫ്രണ്ട് എടുക്കുന്ന ആ ഒരു സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്വിച്ചാണ് മെയിൻ. ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതൊന്ന് ഓണാക്കി കൊടുക്കണം. അതല്ല റിവേഴ്സ് ആണെങ്കിൽ ഇതൊന്ന് ഓണാക്കി കൊടുക്കണം. അത്രേ വരുന്നുള്ളൂ. അതേപോലെ ഈ സൈഡ് വന്നാൽ നമുക്ക് ഹസാർഡ് ലൈറ്റ്, വൈപ്പർ, പോലെ ഒരു മൊബൈൽ പോർട്ട്, നമുക്ക് റീചാർജിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡാപ്റ്റർ വെച്ചാൽ നമുക്ക് റീചാർജ് ചെയ്യാനും മൊബൈൽ റീചാർജിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പിന് വരുന്നത്. അതേപോലെ തൊട്ട് റൈറ്റ് സൈഡിൽ വന്നാൽ നമുക്കിതിൻ്റെ ഹാൻഡ് ബ്രേക്കും കൂടെ കാണാവുന്നതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ
ഹാൻഡ് ബ്രേക്ക് വരുന്നത്. ഇനി നമ്മൾ കാണിക്കാത്തൊരു കാര്യമുണ്ട്, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. നമ്മളിതിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഈ ഒരു ബട്ടണിലാണ് വരുന്നത്. വേറെ എക്സ്ട്രാ ഡിഫിക്കൽറ്റി ആയിട്ട് ഒന്നും പഠിക്കാനൊന്നുമില്ല. സിമ്പിളായിട്ട് ഏതൊരു അറിയാത്ത ആളുകൾക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബട്ടണാണ് ഇതിന് വരുന്നത്. ഈക്കോ മോഡ്, ന്യൂട്രൽ, പാർക്ക് അസിസ്റ്റ്, ഡ്രൈവ്, പവർ, ഇത്രയാണ് ഇതിന് വരുന്ന ഓപ്ഷനുകൾ. അതിൽ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടികളിലും ഉള്ള പോലെ ന്യൂട്രലാണ്. ഇട്ടാൽ നമുക്കൊരു നോർമൽ മൈലേജിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി മൈലേജിൽ നമുക്ക് പ്രവർത്തിക്കുന്നതാണ്. അതേപോലെ ഡ്രൈവ് നോർമൽ ഡ്രൈവിനുള്ളതാണ്. പവർ എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് കയറ്റങ്ങൾ ഓവർടേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം പവർ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബട്ടൺ ഇട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ പാർക്ക് അസിസ്റ്റ് ഇട്ടാൽ നമ്മൾ ജസ്റ്റ് പാർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ വന്നാൽ നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. മറ്റുള്ള വണ്ടികളെ പോലെ അനലോഗോ കാര്യങ്ങളൊന്നുമല്ല. ഒരുപാട് വണ്ടികളും ഡിജിറ്റൽ മാറി അനലോഗ് മാറി ഡിജിറ്റൽ ആയിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് വണ്ടികൾ കൂടുതലും നമുക്കറിയാം ഡിജിറ്റൽ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയും വരുന്നത്. അപ്പോൾ എത്രയാണ് ഓവറോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. മൈലേജ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഇനി പറയാനുള്ളത് വണ്ടിയുടെ മെയിനായിട്ടുള്ള വാറണ്ടീൻ്റെ കാര്യമാണ്. വണ്ടിയുടെ വാറണ്ടി വരുന്നത് ഒന്നുകിൽ 1,75,000 കിലോമീറ്റർ, 1,75,000 കിലോമീറ്റർ, അതല്ലെങ്കിൽ 5 വർഷം, ഏതാണോ ആദ്യം വരുന്നത് അതോടെ വാറണ്ടി കഴിയുന്നതാണ്. അപ്പോൾ അതിനുള്ള മറ്റ് കമ്പനികൾ ബാറ്ററി സംബന്ധമായ കംപ്ലൈൻറ്റുകളൊക്കെ കമ്പനി തന്നെ നേരാക്കി തരുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കമ്പനി നിലവിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 1,75,000 എന്നുള്ളത് 2 ലക്ഷം കിലോമീറ്റർ ആക്കാനും അതേപോലെ 5 വർഷം എന്നുള്ളത് 6 വർഷമാക്കി എക്സ്റ്റെൻഡ് ചെയ്യാനും കൂടെ ഉള്ളൊരു ഓപ്ഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. അതിന് ചെറിയൊരു പേയ്മെൻറ്റ് എക്സ്ട്രാ വരും. നോർമൽ ഒരു 15,000-ൻ്റെ 20,000-ൻ്റെ ഇടയിലാണ് വരുന്നത്. ഫിക്സഡ് പ്രൈസ് പറഞ്ഞിട്ടില്ല, ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു എമൗണ്ടും കൂടെ കൊടുത്താൽ നമുക്ക് ഒരു വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് വാറണ്ടി. അപ്പോൾ അത്രയാണ് നമുക്ക് ഓവറോൾ വണ്ടീനെ കുറിച്ച് പറയാനുള്ളത്. ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മറ്റ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലും കൂടെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല. ലാസ്റ്റത്തെ പോയിന്റ് എന്താ വെച്ചാൽ വണ്ടിൻ്റെ വില എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞുതരാം. വണ്ടിൻ്റെ റേറ്റ് നിലവിൽ വരുന്നത് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ച് നിങ്ങൾ വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ആ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞുതരാണ്. വണ്ടിയുടെ റേറ്റ് വരുന്നത് 4,23,000 നോർമൽ പ്രൈസ് വരുന്നത്. അതിലിപ്പോൾ നിലവിൽ കമ്പനി ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4,14,000 റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നിലവിൽ ഇപ്പോൾ ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നെടുത്താൽ നമുക്ക് ആ ഒരു ഓഫർ കൂടെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അത്ര ഒരു എമൗണ്ടും കൂടെ ഡിസ്കൗണ്ട് ആയി കിട്ടും. അപ്പോൾ ആരെങ്കിലും ഇലക്ട്രിക് വണ്ടിയിൽ മോണ്ടർ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നിട്ട് എടുത്തോളാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മോണ്ടറയുടെ ഓട്ടോറിക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ഈ വീഡിയോ കൂടെ കണ്ടിട്ട് ഒന്ന് പോയിട്ട് എടുക്കുക. ഒരു വിധം നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും അതിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇലക്ട്രിക് വണ്ടിയിൽ മോണ്ടർ നോക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പൂക്കോട്ടൂർ. നമ്മൾ ലൊക്കേഷൻ മാർക്കണ്ട. മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് പോകുന്ന വഴിയിൽ പൂക്കോട്ടൂരാണ് നമ്മുടെ ഈ ഒരു ഷോറൂം വരുന്നത്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ സർവീസ് സെൻ്റർ ഒക്കെ വരുന്നത്. എല്ലാ ഒരു സൗകര്യം ഇവിടെ തന്നെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.